ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. സ്തോത്രം. ഈ വാക്യത്തെ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ പാർട്ട്, ആത്മാവിനാൽ നാം ജീവിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു. നമ്മളെല്ലാവരും ആത്മാവിനാൽ ജീവിക്കുന്നവരാ. സ്തോത്രം. ഈ ലോകത്തിൽ ഇപ്പോൾ കാണുന്ന എന്നെ കേൾക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. അവരോട് പറയുന്നത് നിങ്ങളെല്ലാം ആത്മാവിൽ ജീവിക്കുന്നവരാ. ആത്മാവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ആത്മാവിൽ ജീവിക്കുന്ന നമ്മൾ ആകാത്ത ഫലം കായ്ക്കുമോ? കാട്ടുമുന്തിരിങ്ങ കായ്ക്കുമോ? എന്തുകൊണ്ടാണ് നല്ല മുന്തിരി വെച്ചിട്ടും കാട്ടുമുന്തിരി കായ്ച്ചെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് കിട്ടും. പക്ഷെ കാർഷിക ലോകം ചകഞ്ഞാൽ കിട്ടത്തില്ലത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡിയോ ഇരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്, കേൾക്കുന്നവരുണ്ട്, ഇവിടെ മുന്നിൽ ഇരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ദൈവജനം ആത്മാവിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ദൈവം എനിക്ക് ആരാധനയ്ക്ക് പോകണം, എനിക്ക് 24 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹത്തോട് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇതിൻ്റെ അകത്തിരിക്കുന്ന നല്ല ആഗ്രഹത്തോടെ നല്ല ആത്മാവിൻ്റെ ചിന്തയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾ നല്ല ഫലം കായ്ച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഹോള് വിട്ട് പുറത്ത് പോയി വീട്ടിലോട്ട് എത്തുകയാണ്. ഈ ആകാത്ത ഫലം കായ്ക്കുന്നൊരവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പേര് എനിക്കറിയത്തില്ല, ഞാൻ ഏതൊരു പേരങ്ങ് എടുക്കുക. പേരിവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ജോസപ്പച്ച എന്നൊരു അച്ഛൻ്റെ പേരങ്ങ് എടുക്കുക. ജോസപ്പച്ച അവിടെ ഇല്ലല്ലോ, ഏതായാലും സ്തോത്രം, ആരും ഇല്ലെന്ന് തോന്നുന്നു, ഇല്ല. അപ്പൊ ജോസപ്പച്ചാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജോസപ്പച്ചാൻ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് ചെന്ന് അടുക്കാറായപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന നാരായണൻ ചേട്ടൻ വന്നിട്ട് ഈ ജോസപ്പച്ചാനോട് പറയുകയാണ്, ജോസപ്പച്ചായ, എത്ര നാളായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ വീടിന് മണ്ടയ്ക്കോട്ട് കിടക്കുന്ന ഈ മരം ഒന്ന് വെട്ടണം. എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇവിടെ പാർക്കുന്നതല്ലേ, കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു വരുന്നു. എത്ര നാട്ട് ഞാൻ പറഞ്ഞത് കമ്പൊന്ന് കോതാൻ പറഞ്ഞു. നിങ്ങൾ കോതിയോ? ഇല്ല. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുകയാണ്, നാളെ രാവിലെ നിങ്ങളത് കോതിയില്ലെങ്കിൽ ഞാൻ കയറി കോതും. സ്തോത്രം. ആരാ പറയുന്നത്? തൊട്ടടുത്ത് താമസിക്കുന്ന നാരായണേട്ടൻ ഈ ജോസപ്പച്ചാരോട് പറയാണ്, ഈ കമ്പ് ഞാൻ നാളെ കയറി കോതും. ഉടൻ ഇവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് 24 മണിക്കൂറത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി ജോസപ്പച്ചാൻ പറയാണ്, ആ നീ കോതുവോടാ, നീ കോത്, നിന്റെ കൈ ഞാൻ കോതും. കണ്ടോ ജോസപ്പച്ചാൻ എന്ത് പറ്റി? ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് പോയ ആളല്ലേ. അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ അടുത്ത നിമിഷം പറയാ, നീ കോത്, നിന്റെ കൈ ഞാൻ കോതും. ഇതാ കാട്ടുമുന്തിരിങ്ങ. പിടികിട്ടിയപ്പം ആകാത്ത ഫലം, ആകാത്ത വാക്കുകൾ. അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, ഇവിടെ കൊട്ടിപ്പാടിയത് പൈശാചികവുമല്ല. ആരും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കണ്ട. അദ്ദേഹം ഇവിടെ നല്ല മനസ്സോടാ വന്നത്, ആരാധിച്ചു, സ്തോത്രം പറഞ്ഞു. പക്ഷേ അദ്ദേഹം മടങ്ങി ചെന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന വിഷയങ്ങളെ അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ആകാത്ത ഫലം, കാട്ടുമുന്തിരിങ്ങ പുറത്തു വന്നു. സ്തോത്രം. ഇതാണ് ഒന്നാമത്തെ ഭാഗം, ആത്മാവിൽ ജീവിക്കുന്നു. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാ, നമ്മൾ ആത്മാവിൽ ചലിക്കുന്നവരാ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാ, ആത്മാവിൽ പ്രസംഗിക്കുന്നവരാ. പക്ഷേ നമ്മുടെ അകത്ത് ചില സംഭവങ്ങളുണ്ട്. അതിങ്ങനെ ജഡത്തിന്റെ പ്രവർത്തികൾ പൊങ്ങി വരുമ്പോൾ അതിനെ പിടിച്ച് കെട്ടണം. സ്തോത്രം. സമയം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാ. ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ തോറ്റുപോകുന്നത് ഇവിടെയാണ്. നമ്മൾ വിചാരിക്കുന്ന കൈകൊട്ടി പാടാൻ അന്യഭാഷ, ഈ ആത്മാവിനെ തന്നെ കൈകൊട്ടി പാടിക്കും, അന്യഭാഷ പറഞ്ഞു നിങ്ങൾക്ക് എന്തോരം ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവേശുവിൻ്റെ ഭാവം വരുത്തുള്ളൂ. അവിടെയാ വിഷയം വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെയോ എൻ്റെ ഭാവമൊക്കെ ആയിരിക്കും വരുന്നത്. സ്തോത്രം. ക്രിസ്തുവേശുവിൻ്റെ ഭാവം. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൻ്റെ ഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആത്മാവിനെ അനുസരിക്കണം. ഓക്കെ, ആത്മാവിനെ അനുസരിച്ച് ജോസപ്പച്ചാൻ ഇവിടുന്ന് പോവുകയാണ്, വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് പോകുമ്പോൾ നാരായണേട്ടൻ വീണ്ടും പറയുകയാണ്, ജോസപ്പേ
എടാ, വീടിൻ്റെ ചില്ല വെട്ടാൻ ഞാൻ നിന്നോട് എത്ര ആൾ പറഞ്ഞു? നീ നാളെ രാവിലെ വെട്ടിയില്ലെങ്കിൽ ഞാൻ കയറി വെട്ടും എന്ന് പറയുമ്പോൾ ഈ ജോസഫ് അച്ഛൻ എന്തോ പറയുന്നറിയാമോ? ആരാണ്? നീ ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി ഓട്ടത്തിലായിപ്പോയി. നാളെ രാവിലെ ഞാൻ ആൾക്കാരെ കൊണ്ട് അത് വെട്ടിച്ചോളാം കേട്ടോ, ഉറപ്പാ. ഒക്കുവാണ് ഇന്ന് തന്നെ വെട്ടിക്കും, അല്ല ഞാൻ നാളെ. കണ്ടോ, ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയും ആത്മാവിൽ ജീവിച്ച് ആത്മാവിനെ അനുസരിക്കുന്ന വ്യത്യാസം കണ്ടോ? നമ്മളിൽ കാട്ടുമുന്തിരിങ്ങ ഉണ്ടാകുന്ന ഇതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എടുത്തു ചാടിയിട്ട് നമ്മളിൽ ആകാത്ത ഫലം കായ്ക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കാറില്ല. ഇവിടെയാണ് നമ്മൾ അവസാനം നിത്യതയിൽ നിന്ന് പുറത്തു പോകുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. പശ്ചാത്താപം ഉണ്ടാകത്തില്ല, ആകാത്ത വാക്കുകൾ പറയും, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും, അവിടെ ഇവിടെ തലയും കാണിച്ച് കാലും കടിച്ച് നടക്കും. എല്ലാം ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയ സ്ഥാനത്ത് വേറെ പാർട്ടി വന്ന് കയറും. നമുക്ക് മനസ്സിലായ ആരാന്നുള്ള കാര്യം? സ്തോത്രം. ആ പുള്ളി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇവിടെ ഇൻവേർട്ടർ പോയി ഇലക്ട്രിസിറ്റി വന്നു, ഇലക്ട്രിസിറ്റി പോയി ഇൻവേർട്ടർ വന്നു, ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. വീട്ടിലെന്തെങ്കിലും അറിയുന്നുണ്ട് നിങ്ങൾ കറണ്ട് പോകുന്ന കാര്യം? അറിയുന്നില്ല, അല്ല ഇൻവേർട്ടർ കൊണ്ട് അറിയത്തില്ല. പക്ഷേ പവർഫുള്ള കറണ്ട് പോയി. ഇപ്പം വിൽക്കുന്ന DC വോൾട്ടേജ് വീട്ടിൽ അതാ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അത്യന്ത ശക്തി മാറിയിട്ട് പിശാചിൻ്റെ ശക്തി കയറി നമ്മളെ പിടിച്ചിരിക്കും. അറിയത്തില്ല. അന്യഭാഷയൊക്കെ പറയിപ്പിക്കും, വേണേ പ്രവചിക്കുമെന്ന്. സ്തോത്രം. എൻ്റെ വീട്ടിൽ കടന്നു വന്ന് ഒരു ഭാര്യയും ഭർത്താവും, പാസ്റ്ററും ഭാര്യയുമാണ്, വീട്ടിൽ കടന്നു വന്ന് ഞങ്ങളോട് ദൂതുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞോട്ടെന്ന് പറഞ്ഞു. ഒരു മീറ്റിംഗ് വെച്ച് കണ്ടാണ്. അദ്ദേഹം വീട്ടിൽ വന്നാണ് ദൂത് പറയാൻ വന്നാട്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു, ദൂത് പറയാൻ വന്നു. അദ്ദേഹം ദൂതൊക്കെ പറഞ്ഞ ദൂത് എന്താ അറിയാമോ? സ്തോത്രം. പാലക്കാടിനടുത്ത് ഒരു 13.5 ഏക്കർ സ്ഥലം എനിക്ക് തരാൻ പോവുകയാണ്. ആ സ്ഥലത്തിനകത്ത് ബൈബിൾ കോളേജും മെഗാ ചർച്ചും. നല്ലതല്ലേ? കൈ കൊടുക്കണ്ടേ നമുക്ക്? സ്തോത്രം. നല്ല ഓഫറാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ദൈവം അത് എനിക്ക് തന്നിട്ടില്ല, എനിക്ക് ദൈവം ഒരു ദർശനമുണ്ട്, ആ ദർശനം ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. ഉടൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് ദേഷ്യമായി. ദൈവത്തിൻ്റെ ആലോചന നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒരിക്കലും നിന്ദിക്കത്തില്ല, പരിഹസിക്കത്തില്ല. സ്തോത്രം. എന്നാൽ നമുക്ക് പോയേക്കാം. ഭാര്യ വിളിച്ചു. ഞാൻ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കത്തില്ല പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു വിടാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവരുടെ മേൽ കൈവെക്കുക. ഓൺ ദ സ്പോട്ടിൽ പോയി അവരുടെ മേൽ കൈവച്ചപ്പോൾ 4 ദിവസം പ്രവചിച്ച ആ പ്രവാചകിയിൽ നിന്ന് ഭൂതവിളകി തലമുടി അയച്ചെടുത്ത് നിന്നു. സ്തോത്രം. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്. ആ മനുഷ്യൻ ഇറങ്ങി ഓടുകയും ചെയ്തു. വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ അന്യഭാഷ പറയുന്നത് കൊണ്ടോ യേശുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ടോ എല്ലാവരും അവിടെ നിന്നാണ് വിചാരിക്കരുത്. ഈ ദിവസങ്ങളെ തിരിച്ചറിയണം, ഇതിനാണ് അഭിഷേകം തന്നിരിക്കുന്നത്. കൈക്കൊട്ടി പാടാൻ മാത്രമല്ല, മുന്നി വന്നതിനെ തിരിച്ചറിയണം, ആത്മാവി തിരിച്ചറിയണം, ആത്മാവി വിവേചിക്കണം. സ്തോത്രം. ഞാൻ ഇത് പറയാൻ കാര്യം, അന്യഭാഷ പറയും. പിശാച് കയറി ചെയ്യുന്നുണ്ട്. അന്യഭാഷയും പറയിപ്പിക്കും, സ്തോത്രവും പറയിപ്പിക്കും, പ്രവചനവും പറയിപ്പിക്കും. പോയി പുറകെ പോകരുത്, സൂക്ഷിച്ചോണം. തിരിച്ചറിയാൻ ഫലമാണ് കർത്താവ് വിളിക്കുന്നത്. ഫലം കൊണ്ട് തിരിച്ചറിഞ്ഞോണം ഇവൻ ഏതാണ്. ഇവൻ്റെ ദൂത് കേൾക്കുമ്പോൾ അറിയാം ഇവൻ ആരാന്നുള്ള കാര്യം. സ്തോത്രം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധി വേർപാടുന്നൊരു സംഭവം മേളിൽ നിന്ന് കെട്ടിയിറക്കി തരുന്നതല്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ, വേണ്ടാന്ന് പറയുന്ന കാര്യം വേണ്ടാന്ന് വെക്കണം, പോകണ്ടാത്തത് പോകരുത്, പറയണ്ടെന്ന് പറയുന്നത് പറയരുത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നിനക്ക് ജീവിക്കാൻ കഴിയും. അതാ ഗലാത്യ ലേഖനം 5:16 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുമെന്ന്. ആത്മാവിനെ അനുസരിച്ച് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ സഭായോഗത്തിന്
പോയിരുന്ന് 2 മണിക്കൂർ ആരാധിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ അവിടെ ചേറി വെച്ചിട്ട് പോവുകയല്ല. സ്തോത്രം. നമ്മുടെ പരിപാടി പരിശുദ്ധാത്മാവോടെ അകത്ത് വസിക്കുന്നു. നീ കുളിക്കുമ്പോൾ, നീ കറിക്കരിയുമ്പോൾ, തുണി നനയ്ക്കുമ്പോൾ, റോഡിൽ ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, ഓടി നടക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ടാൽ നിനക്ക് മനസ്സിലാകും. അനുസരിച്ചാൽ വിടുതലാണ്, വിശുദ്ധിയാണ്, വേർപാടാണ്. ഈ വിശുദ്ധിയും വേർപാടും ഒക്കെ പുറത്തു വരുന്നത് അങ്ങനെയാണ്. നമ്മൾ ദൈവസ്ഥനെ അനുസരിക്കുമ്പോൾ, മറ്റുള്ളവർ അനുസരിക്കാതിരിക്കുമ്പോൾ. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 40 ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ചു. 40 പേരും ഒരു കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, അതിൽ പെന്തക്കോസ്തുകാരനായ ദൈവത്തെ സേവിക്കുന്ന കുഞ്ഞ് ഞാൻ വരുന്നില്ല, ഞാൻ ദൈവ പൈതല, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ മറ്റുള്ളവർ അവനെ കുറ്റം വിധിക്കും. കാര്യം ശരിയാ, പക്ഷെ അവിടെയാണ് വേർപാട്, സെപ്പറേഷൻ. ഇവിടാണ് സെപ്പറേഷൻ. അല്ല ഞാൻ വേറെപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ളവർ തിരിച്ചറിയണം, സമൂഹം തിരിച്ചറിയണം, പബ്ലിക് തിരിച്ചറിയണം. അവിടെയാണ് നമ്മുടെ വേർപാട്. നമ്മളിലേക്ക് ആ വേർപെട്ടവനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മളെ വിശുദ്ധി കാണുന്നത്. അവിടെയാണ് നമ്മുടെ വിശുദ്ധി പുറത്തു വരുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ദൈവാത്മാവ് വിളിച്ചു പറയുക, ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. എൻ്റെ സമയം തീരാറായി. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ ആത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി തുള്ളിച്ചാടുന്നുണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ കർത്താവ് പറയുന്ന അനുസരിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്താണോ ഞാൻ ജീവിക്കുന്നത്? ഒന്ന് സ്വയശോധന ചെയ്യാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ, ആകാത്ത ഫലമാണോ എന്നിൽ നിന്ന് കായ്ക്കുന്നത്? കാട്ടുമുന്തിരിങ്ങയാണോ കായ്ക്കുന്നത്? ഞാൻ ഈ പറയുന്ന ദൂത് എനിക്കറിയാം. സ്തോത്രം. നിങ്ങളെ ഇളക്കുന്ന ദൂതല്ല, പക്ഷെ നിങ്ങളുടെ അകത്തുനിന്ന് ഇളകും. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ഉറക്കം വെച്ചിട്ട് കുറയും. എന്നാ കാര്യം എന്നറിയാമോ? നിത്യത നഷ്ടപ്പെടുന്ന കാര്യമാണ്.